ഗൈസ്, അപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകണം. അതിനെക്കൊണ്ട് കുറച്ച് സ്നാക്സ് ഐറ്റംസ് വാങ്ങണമല്ലോ. അതിനെക്കൊണ്ട് ഞാൻ സെല്ലേ ഫുഡ് പുതിയ പാലം പോയതാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഫുഡിൽ ഫ്രോസൺ ഐറ്റംസ് ആൻഡ് പാക്കറ്റ് ഐറ്റംസ് ആണ്. ലൈക്ക് നഗറ്റ്സ്, ചിക്കൻ, ചീസ് ബോൾസ്, ബ്രോസ്റ്റഡ് അങ്ങനത്തെയൊക്കെയാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. ചീസ് ബോളും കുറേ സ്നാക്സും ജ്യൂസ് ഐറ്റംസൊക്കെ ഉണ്ട്. വലിയ ഫ്രീസറാണ്. ഫ്രീസറിനുള്ളിലാണ് ഞാനുള്ളത്. അതാ തണുപ്പുണ്ട്. ഇതാ ഇവിടെ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ, സ്റ്റോർ ചെയ്യണൊക്കെ സ്റ്റോക്കൊക്കെ ഇവിടെയാണ്, വലിയൊരു ഫ്രീസറിൽ. അപ്പോൾ വലിയൊരു ഫ്രീസറാണ്, റൂമും പോലത്തെ. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു ഫ്രീസറിലാണ് ഒരു പെർമിഷൻ വെച്ച ഒരു സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ്. എല്ലാവരും സെല്ലേ ഫുഡ്സിനെ ഒന്ന് പർച്ചേസ് ചെയ്യുക. നല്ല നല്ല സാധനങ്ങളാണ്. ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട് കുറേ വെറൈറ്റി സാധനങ്ങളുണ്ടെന്ന്. അപ്പോൾ അവിടെ ഷവായൻ്റെ പീസ്, ബ്രോസ്റ്ററിൻ്റെ പീസ്, ഇങ്ങനത്തെ ഹോട്ടലിലേക്ക് വേണമ്പോൾ ആൾക്കാരൊക്കെ അവിടുന്ന് കൊണ്ടുപോകും. വിങ് പീസ്, ലെഗ് പീസൊക്കെ. പിന്നെ ഞങ്ങൾ വാങ്ങിയതൊരു എല്ലാ ജ്യൂസിൻ്റെ പൾപ്പും ഉണ്ട് അവിടെ. സോ വി ബ്രോട്ട് ഗ്രേപ്പ് ജ്യൂസ് പൾപ്പ്, പിന്നെ ടേസ്റ്റി ചിക്കൻ സ്നാക്സ്, പിന്നെ ചീസ് ചിക്കൻ പോലത്തെ ഫ്രോസൺ വെജിറ്റബിൾ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി, ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. മോമോസ് വാങ്ങി, മൊസറല്ല ചീസ് വാങ്ങി, പിന്നെ ബട്ടർ വാങ്ങി, മിൽക്കി മിസ്റ്റിൻ്റെ, പിന്നെ ചീസ് ലൈസ്. ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. പിന്നെ ഈ സെല്ലേ ഫുഡ്സ് പറയുമ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയുക. നമ്മളെന്തായാലും ഉറപ്പായിട്ട് ചെയ്യും. മുടി കെട്ടി ഹെയർക്കട്ട് ചെയ്ത്, ബിക്കോസ് നാളാണ് സ്കൂൾ തുറക്കണേ. അപ്പോൾ നമ്മളൊരു സ്കൂൾ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. അങ്ങനെ രാത്രി നല്ല വർക്കുണ്ട്. എൻ്റെ ശരി നടക്കുന്നത്. നാളെ സ്കൂളിൽ എക്സൈറ്റഡാണ്. പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ പ്രിപ്പറേഷനാണ്. ജസ്റ്റ് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അങ്ങനെ പഠിക്കൊന്നുമില്ലല്ലോ. ഇൻട്രൊഡ്യൂസ് ആകുമ്പോൾ നമ്മളെ പറ്റി പറയും. പുതിയ ആൾക്കാരൊക്കെ വരും, ഓരൊക്കെ കാണാം, അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ എന്താ പറയുക, പിന്നെ അങ്ങോട്ട് മൊത്തം റെഗുലർ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു 1:30 ഫസ്റ്റ് ഡേ ഒരു റഫ് ബുക്ക്, ഒരു പെന്ന്, ബോക്സ് അത്രയൊക്കെ മതി. പിന്നെ ലഞ്ച് കിറ്റൊക്കെ അടുത്ത ബ്ലോഗിൽ പറയാം. ഫസ്റ്റ് നമ്മൾ ഒന്ന് പ്രിപ്പറേഷനായിട്ട് വന്നാണ്. ഫസ്റ്റ് ഓഫീസിൽ നിന്ന് നോക്കിയത്. ഒരു ബുക്ക് ഉണ്ട്, അത് നമുക്ക് ബാഗ് എന്താണ് നിങ്ങൾ അൺബോക്സിംഗ് ബ്ലോഗിൽ കണ്ടാന്ന് വിചാരിക്കുന്നു. ബുക്ക് നമ്മൾ വാങ്ങിയാണ്. അൺബോക്സിംഗ് ബ്ലോഗ് ഒന്ന് കണ്ടില്ലെങ്കിൽ വേഗം പോയി കാണാൻ കഴിച്ചു. അതിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ കണ്ടു. ഇതിനെക്കാട്ടും കൂടുതൽ സാധനങ്ങളാണ്. പിന്നെ ബോക്സിൽ ഇങ്ങനത്തെ ബോക്സ്, അങ്ങനെ പ്ലേറ്റ് ഡബിൾ കട്ട്. ഇത് ബ്ലൂ കൊണ്ടുപോകാൻ ഫസ്റ്റ് അതാണ് ഫസ്റ്റ് ബ്ലൂ കൊള്ളുന്നത്. അപ്പം നമ്മൾ ബാഗിൽ ബ്ലൂ കൊള്ളില്ലല്ലേ? ബ്ലൂ ബാഗിൽ ഇട്ടോ. പെൻസിലിൻ്റെ ഇത് ഒരു അങ്ങനെ പെൻസിലിൻ്റെ ഇതൊക്കെ ഉള്ള പെൻസിലാണ്. ഇതിൽ ഇറേസർ ഷാർപ്പനറൊക്കെ ഉണ്ടാവും. തന്നെ ഇറേസറൊക്കെ
അവിടെ നിന്ന് ഓടിച്ചു. എനിക്ക് നാളെ തന്നെ പിന്നെ എന്തായാലും നമ്മൾ 2 പെൻസിൽ കൊണ്ടുണ്ട്. ഒന്നിന്റെ നിമ്പ് നോക്കിയാലോ. അപ്പോൾ പിന്നെ അവിടുന്ന് കൂർപ്പിക്കും. അവിടെ നിന്നാണ് കൂടുതൽ ആൾക്കാർ ഷാർപ്പ് ചെയ്യുക. അവിടെ ബാസ്ക്കറ്റ് ഉണ്ടാവും. ക്ലാസ്സിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ ഷാർപ്പ് ചെയ്യുക. എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ അവിടെ നിന്ന് ഷാർപ്പ് ചെയ്യുക. ബ്ലൂ ബാഗ് വെച്ചോ. പിന്നെ നമ്മള് സ്കെയിലൊന്നും കൊണ്ടുവരണേ അതൊന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ മറ്റന്നാൾ ഇതിൽ ടൈം ടേബിൾ കിട്ടാൻ ടൈം ടേബിൾ അനുസരിച്ച് കൊണ്ടുപോകും. അത്രേ ഉള്ളൂ ഓഫീസിന്. ഇനി ഇന്ത്യ കാണിക്കാം. ഇന്ത്യ ഇത്ര സാധനം ഉണ്ടെന്നുള്ളൂ. പക്ഷെ അങ്ങനെ കൊണ്ടുപോകണമെന്നില്ല. കുറേ എടുത്ത് ചിന്നൊടുത്തൊക്കെ ഇനി ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഒരു റഫ് ബുക്ക് ഉണ്ട്. ലുലുന്ന് വാങ്ങിയ ബാഗിൽ വെക്കാം. പിന്നെ ഒരു ബ്ലൂ പിന്നെ പൗച്ചുണ്ട്. പൗച്ച് ഞാൻ കാണിച്ചത് ഗൈസ്. പൗച്ചും ഞാൻ തുറന്ന് കാണിച്ചല്ലോ ഗൈസ്. ഇപ്പോൾ അൺബോക്സിങ് ബ്ലോഗിൽ എല്ലാം കണ്ടത് ഫുട്ബോളിൻ്റെ ഇതെന്താ അറിയില്ല. എന്നാലും ബാഗില്ല. പിന്നെ ഇവിടെ പെണ്ണ് പെൻസിലൊക്കെ വെക്കാം. ഈ സിപ്പിനുള്ളിൽ ബ്ലൂ ഒക്കെ വെക്കാം. ബ്ലൂ വെച്ചു. ഗുൾബൊക്കെ ഉള്ളുണ്ട്. ഇതിലാവുമ്പോൾ സ്കെച്ച് കളർ അങ്ങനത്തെ വെക്കാം. നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഈ ഒരു ഇന്ന സ്ഥലത്ത് ഒരു പെൻസിലൊക്കെ എനിക്ക് പെന്നാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് 1 പെൻസിൽ അതിനിടെ. സോ ഐ വിൽ ടേക്ക് 1 പെൻസിൽ. എനിക്ക് ഒറ്റ പെൻസിൽ മതി. പിന്നെ ഒരു 2 പെൻസിലുള്ളൂ. അത് നമ്മൾക്ക് മാർക്ക് ചെയ്യാനാണ് പെൻസിൽ. പിന്നെ മാക്സിൽ വരയ്ക്കാനൊക്കെ വേണ്ടി. പിന്നെ റബ്ബറൊന്നും വേണ്ട. റബ്ബറൊക്കെ നാളൊന്നും ആവശ്യമില്ല. പക്ഷെ റബ്ബറൊക്കെ പിന്നെ ടൈം ടേബിൾ അനുസരിച്ച് റെഗുലർ ക്ലാസ് കൊണ്ടേക്കോളും. ഇതിൽ വെച്ചു. ഇതിലൊക്കെ അവിടെ നിന്ന് ഞാൻ ഷാർപ്പ് ചെയ്തോളാം. പിന്നെ ബ്ലാക്കും ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഒരു ബ്ലാക്കും വെക്കാം. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ പറയും ബ്ലാക്ക് ഇങ്ക് ഉള്ള പെന്നാണ് അല്ല ബ്ലൂ ഇങ്ക് ഉള്ള പെന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചു. പിന്നെ എന്താണ് ഇതൊക്കെ ഉള്ളൂ എൻ്റെ പാക്കിങ്. അപ്പോൾ റഫ് ബുക്ക് വെച്ചു. പിന്നെ ബുക്ക് സാധനങ്ങൾ വെച്ചു. ഒരു ബോക്സ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞില്ലേ പാക്കിങ് കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, നമ്മളെ ഫസ്റ്റ് നമ്മൾ നാളെ ആണ് നമ്മൾ ഇന്ന് രാത്രി ജൂൺ 4 രാത്രിയാണ് ഈ വ്ളോഗ് ഇടും. പക്ഷേ ജൂൺ 5 സ്കൂൾ തുറക്കണേ. പക്ഷെ ജൂൺ 6 നൈറ്റൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ വ്ളോഗ് വരാം അല്ലേ. എഡിറ്റൊക്കെ ചെയ്ത് ഒരു 1 day 2 day ഒക്കെ ലേറ്റ് 1 day 2 day ഒക്കെ കഴിഞ്ഞിട്ട് വീഡിയോസ് ഇട്ടാൽ നല്ല. അപ്പോൾ പ്രിപ്പറേഷന് കഴിഞ്ഞിട്ട് 1 day 2 day കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ഡേ സ്കൂളിടാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കണിൽ അടിച്ചു പൊട്ടിക്കുക. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെ ഫസ്റ്റ് ഡേ സ്കൂളിൽ വ്ളോഗ് വരും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഗൈസ് മുടിയുടെ ഓഫീസ് പപ്പ പറയാൻ പറഞ്ഞ് വെട്ടണ്ടാന്ന്. പപ്പക്ക് അങ്ങനെ ഇഷ്ടമില്ല, ആർക്കും ഇഷ്ടമില്ല. പക്ഷെ നമുക്ക് നിർബന്ധമായിട്ട് വെട്ടിയാണ്. എനിക്ക് ഇഷ്ടമില്ല അങ്ങനത്തെ മുടി കുഴപ്പമില്ല. ഞാനും കുഴപ്പമില്ല അത് വെട്ടി. അപ്പോൾ ഞാൻ കാട്ടി വെട്ടിയ. അപ്പോൾ നാളെ ഫസ്റ്റ് ഡേ സ്കൂൾ എന്തായാലും ഇനി ഗൈസ് നിങ്ങൾ ഇനി നമ്മൾ സ്കൂൾ ഡേയ്സ് അല്ലേ വരാൻ പോണേ. അപ്പോൾ സ്കൂൾ ഡേയ്സ് വരാൻ പോകുമ്പോൾ ഇഫ് യു വാണ്ട് ഡേ ഇൻ മൈ ലൈഫ് കമൻറ്റ് ഇറ്റ്. അപ്പോൾ സ്കൂളിലെ ദിവസങ്ങളല്ലേ വരുന്നത്. അപ്പോൾ സ്കൂളിൽ ഒരു ദിവസം നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ മദർസയിൽ ട്യൂഷനിലൊക്കെ വേറെ ഡേ മൊത്തം കവർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് വൺസ് അഗൈൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ബെല്ലൊക്കെ അടിച്ചു പിടിക്കുക. അത്ര കൊള്ളൂല്ലേ. അപ്പോൾ ബൈ.